എംഎസ്സിയുടെ പരീക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പെട്ടെന്ന് അതിൽ എലിജിബിൾ ആവാൻ പറ്റും എന്നുള്ള ടെസ്റ്റ് ഞങ്ങൾ നടത്താറുണ്ട്. സ്കൂൾ വന്നാലും നടത്താറുണ്ട്, ഓൺലൈൻ ക്ലാസ്സിൽ നടത്താറുണ്ട്. അപ്പൊ അതിലുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുക. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഒരു ഐഡിയ കിട്ടും, എന്തൊക്കെയായിരിക്കും NMOSക്ക് വരിക എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ആ ചോദ്യം വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനു മുമ്പ് NMOSയെ പറ്റി പറയാം. ഈ NMOSയുടെ 48,000 രൂപയാണ് ഇതിന്റെ സ്കോളർഷിപ്പ് തുക. മൊത്തം 4 വർഷത്തേക്കാണ്. മാസം 1000 രൂപ വെച്ചിട്ട്, മാസത്തിലല്ല കിട്ടുക, കൊല്ലത്തിലാണ്. 12 മാസം 12,000 രൂപയാണ് ഒരു വർഷത്തേക്ക് നമുക്ക് ലഭിക്കുന്നത്, ഇൻറ്റു 4. അപ്പൊ ഇതിങ്ങനെ ക്ലാസ് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇത്തരം കുട്ടികൾക്കാണ് ഇത് കിട്ടുക. കാരണം USS ലഭിക്കും പോലെ 63 മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് കിട്ടും പോലെ ഇതങ്ങനെ ലഭിക്കില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. നമുക്കറിയാം NMMSന്റെ പരീക്ഷയുടെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൻസൂർ സാർ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ സോഷ്യൽ സയൻസിന്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് സോഷ്യൽ സയൻസ് സാറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ 1 മുതൽ 35 വരെയുള്ള ചോദ്യപേപ്പറുകളാണ്, ചോദ്യ ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൽ സാറ്റിന് ഫസ്റ്റ് 1-35, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. 35 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. സോഷ്യൽ സയൻസിന് 35 മാർക്കാണ്. എന്താണ് സോഷ്യൽ സയൻസ് നമ്മൾ റെഫർ ചെയ്യേണ്ട സിലബസുകൾ എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങൾ നമുക്കറിയാം. പുതിയ പുസ്തകമാണ് 7ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഫസ്റ്റ് പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. പിന്നെ 8ാം ക്ലാസ്സിലെ ഹാഫ് ഇയർലി എക്സാം വരെയുള്ള പാഠഭാഗങ്ങളും. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ നമുക്ക് എത്തിയിട്ടില്ല, അതിന്റെ കോണ്ടന്റും നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അത് എന്തായാലും ഈ മാസം എത്തുമെന്നാണ് സ്കൂളുകളിൽ അറിയിപ്പ് വന്നത്. അതുകൊണ്ട് 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ വരെയുള്ള പാഠങ്ങൾ ഇതാണ് സാധാരണയായിട്ട് നമുക്ക് വരാറുള്ളത്. അതിൽ കഴിഞ്ഞ വർഷം വരെയുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഭാഗം, അതായത് നമ്മുടെ ഭരണഘടന വരുന്ന ഭാഗം. 7ാം ക്ലാസ്സിൽ പുതിയൊരു പാഠമുണ്ട്, ഭരണഘടനയെ കുറിച്ച്, ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നുള്ള പാഠം. ഈ പാഠത്തിന് ഭരണഘടനയുമായി ബന്ധപ്പെട്ട 13 മാർക്കിന്റെ ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കാറുള്ളത്. 12 മാർക്ക് ഹിസ്റ്ററിയിൽ നിന്നും 10 മാർക്ക് ജോഗ്രഫിയിൽ നിന്നും, അങ്ങനെ 35 മാർക്കിന്റെ ചോദ്യങ്ങളാണ് സാധാരണ വരാറുള്ളത്. അതായത് കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ് ഈ എക്സാമിനേഷൻ. കേന്ദ്ര ഗവൺമെന്റ് ആണ്, SCERT ആണ് പരീക്ഷ നടത്തുമെങ്കിലും കേന്ദ്ര സർക്കാരിന് സ്കോളർഷിപ്പുകൾ നൽകുന്നത്. വർഷത്തിൽ 12,000 രൂപ സ്കോളർഷിപ്പ് കിട്ടുന്നതാണ്. സോഷ്യൽ സയൻസിന് സ്വാഭാവികമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ, അതായത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അത് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നീ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ വരാറുണ്ട്. ഉദാഹരണമായിട്ട് നീതി ആയോഗ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചോദ്യങ്ങൾ. ഇങ്ങനെയുള്ള 35 മാർക്കിന്റെ ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് നമുക്ക് NMMSന്റെ പരീക്ഷയ്ക്ക് വരാറുള്ളത്. അതുകൊണ്ട് ഓരോ പാഠഭാഗങ്ങളും ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരെയുള്ള ഓരോ പാഠഭാഗങ്ങളും കൃത്യമായിട്ട്, ഞാൻ പറയാം, ഗൈഡ് വാങ്ങണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഗൈഡിനേക്കാൾ നമ്മുടെ കയ്യിലുള്ള ഗൈഡ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഗൈഡ് പാഠപുസ്തകമാണ്. 7ാം ക്ലാസ്സിലെ ഓരോ പാഠപുസ്തകങ്ങളും കൃത്യമായിട്ട് വായിക്കുക. മുഴുവൻ പാഠങ്ങളും, 12ഓളം പാഠങ്ങളുടെ മുഴുവൻ പാഠങ്ങളും. അത് കഴിഞ്ഞ വർഷം ചില തെറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ കഴിഞ്ഞ വർഷം ഒന്നാമത്തെ പാഠത്തിന് ചില തെറ്റുകൾ, അതെല്ലാം തിരുത്തിയിട്ട് പുതിയ പാഠപുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ പുതിയ പാഠപുസ്തകം ഈ വർഷം വന്നപ്പോൾ കണ്ടു. അതായത് ദാരാ ഷുക്കോയെ കുറിച്ച് പറയുമ്പോൾ ദാരാ ഷുക്കോ ആണ് മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അത് ദാരാ ഷുക്കോ മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്ത ഉപനിഷത്താണ് ദാരാ ഷുക്കോ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് അക്ബറുടെ കാലഘട്ടത്തിലാണ് മഹാഭാരതം രസ്നാമ എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് ഈ വർഷം തിരുത്തി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകളെ തിരുത്തിയിട്ട് അങ്ങനെ കാര്യങ്ങളിൽ 12 പാഠങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. പിന്നെ സോഷ്യൽ സയൻസിന്റെ 8ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയുള്ള പാഠങ്ങളും. ഈ പാഠഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളിലെ പുസ്തകങ്ങളിലെ സെന്റൻസ് വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നത്. കാരണം ഭരണഘടനയെ കുറിച്ചുള്ള പാഠങ്ങൾ നമുക്ക് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മാപ്പിനെ കുറിച്ചുള്ള ഒരു പാഠമുണ്ട്. അതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു 4 മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ വരാറുണ്ട്. പിന്നെ ഏൻഷ്യന്റ് കാലഘട്ടത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെയുള്ളതാണ് സോഷ്യൽ സയൻസിന്റെ 35 മാർക്കിന്റെ സാധാരണ ചോദിക്കാറുള്ളത്. സോഷ്യൽ സയൻസിന്റെ ഒരു പ്രത്യേകത, മുഴുവൻ മാർക്കും എളുപ്പത്തിൽ വാങ്ങാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ്. മാത്സിന് 20 മാർക്ക്, 50 മാർക്ക് എന്ന് പറയും. പിന്നെ 90 മാർക്കിന്റെ മെന്റൽ എബിലിറ്റിയാണ്. അത് സാറ്റ് എന്ന് പറയുന്ന സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലാണ് സോഷ്യൽ സയൻസ് വരുന്നത്. ഇതാണ് സോഷ്യൽ സയൻസിനെ കുറിച്ച് പറയുന്നത്. നല്ലോണം കൃത്യമായി റെഫർ ചെയ്താൽ മുഴുവൻ മാർക്കും. കാരണം നിങ്ങൾക്ക് മെന്റൽ എബിലിറ്റി പലപ്പോഴും എളുപ്പമായി മാറാറുണ്ട്. സാറ്റ് ആണ് സയൻസ്
മാത്സ്, സോഷ്യൽ സയൻസ്. സാറ്റിലാണ് കഴിഞ്ഞ വർഷവും മൻസൂർ മാഷ് പറയുന്നത്, സാറ്റിലാണ് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോയത്. അതുകൊണ്ട് സാറ്റിന്റെ പേപ്പർ കൃത്യമായിട്ട് റെഫർ ചെയ്യണം. എന്നാൽ നമുക്ക് മുഴുവൻ മാർക്കും, കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ 138 മാർക്കാണ് കട്ട് ഓഫ്. അത് കൂടാനാണ് ചാൻസ്. 140 വരെ പോയിട്ടുണ്ട്. മലപ്പുറത്ത് 140 കട്ട് ഓഫ് മാർക്ക്. അതുകൊണ്ട് കൃത്യമായിട്ട് റെഫർ ചെയ്താൽ നമുക്ക് NMS നേടാൻ, കാരണം 48,000 രൂപ +2 വരെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സാമിനേഷനാണ്. അത് ഇപ്പോഴേ പ്രിപ്പറേഷൻ നടത്തിയാൽ എന്തായാലും നിങ്ങൾക്ക് മുഴുവൻ സ്കോറുകളും നേടാൻ സാധിക്കും. ഞാൻ ആദ്യം എല്ലാവരും ആശംസിക്കുകയാണ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അടുത്ത വർഷം NMS കിട്ടിയിട്ട് ഒരു കഴിഞ്ഞ പ്രാവശ്യം സോഷ്യൽ സയൻസിന് 7ാം ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും ചോദ്യം വന്നിരുന്നോ? 7ാം ക്ലാസ് ഭരണഘടനയിൽ 7ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഓർമ്മയുണ്ടോ മാഷ്ക്ക്? അതില് പിന്നെ നമുക്ക് ഭരണഘടന ആമുഖത്തെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളാണ് ആദ്യം കൂടുതലായിട്ട് വന്നത്. ആമുഖം, പ്രിയാമ്പിൾ, ഇംഗ്ലീഷ് മീഡിയക്കാരുണ്ടാവും, അതാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ആമുഖത്തെ കുറിച്ച് ഐഡന്റിറ്റി കാർഡ് അഥവാ തിരിച്ചറിയൽ രേഖ എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര്, ഇത് NMS ചോദിച്ചൊരു ചോദ്യമാണ്. ഓ, അത് USS ചോദിക്കും, NMS ചോദിക്കും, അങ്ങനത്തെ ചോദ്യം രണ്ടിലുണ്ട്. ഐഡന്റിറ്റി ആരെങ്കിലും അറിയോ? ഐഡന്റിറ്റി കാർഡ് അഥവാ തിരിച്ചറിയൽ രേഖ എന്ന് ഭരണഘടനത്തെ ആമുഖത്തെ പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ച ആളുടെ പേര് ആർക്കറിയാം? മക്കൾക്കറിയാം ആർക്കെങ്കിലും? വെരി ഗുഡ്. എന്നെ പാൽക്കിവാല. എന്നാ അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം ഏതാ? ഭരണഘടന ആമുഖത്തെ രാഷ്ട്രീയ ജാതകം അഥവാ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചതാരാ? വെരി ഗുഡ്, KM മുൻഷി. വെരി ഗുഡ്, കൺഗ്രാചുലേഷൻ. ഓക്കെ, എന്നാ പോന്റെ പേരെന്നാ പറഞ്ഞ? ഓക്കെ, എവിടെയാ? ഏത് സ്കൂളാ? ധ്യാൻ വിനായക്. ഓ, പാതിരിപ്പറ്റ UP സ്കൂൾ. ഓക്കെ, വെരി ഗുഡ്, പാതിരിപ്പറ്റ UP. ഓക്കെ, കൺഗ്രാചുലേഷൻസ്, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് NMS സോഷ്യൽ സയൻസിന്. ഓക്കെ, അല്ല പക്ഷേ വേറെ എന്തെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടോ ഏതെങ്കിലും ടോപ്പിക്കിൽ? അല്ല, ഭരണഘടന മാത്രമല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് വെച്ചാൽ ഭരണഘടനയെ കുറിച്ച് എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രമാണ്. പക്ഷെങ്കിൽ ഇവര് പിന്നെ ഇതില് നിങ്ങൾ 7ാം ക്ലാസ് പഠിച്ച അതേ പാഠം തന്നെ, ഈ 7ാം ക്ലാസ് പഠിച്ച പാഠത്തിന് പിന്നെ ഭൂപടം ഇല്ലേ, ഭൂപടത്തിന് ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രാഫി, ആധുനിക ഭൂപടത്തിന്റെ പിതാവ്. ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഞാൻ ഒരു യാത്ര സമയത്ത് നിർത്തിയതാണ്, ബൈക്ക് സൈഡാക്കി നിർത്തിയതാണ്. അതിന്റെ ഉത്തരം കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആരാണ് ഉത്തരം പറഞ്ഞത്? ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രാഫി, മെർക്കാറ്റർ. വെരി ഗുഡ്, മെർക്കാറ്റർ. അങ്ങനെയാണെങ്കിൽ ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ മാപ്പ് മേക്കിംഗ്. ഭൂപടം നിർമ്മിക്കുന്ന ശാസ്ത്ര ശാഖയുടെ പേരെന്താ? വെരി ഗുഡ്, കാർട്ടോഗ്രാഫി. ഇതെല്ലാം NMS USS ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് NMS പ്രതീക്ഷിക്കും. പിന്നെ അത് മാത്രമല്ല, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ സ്കെയിൽ എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചില്ലേ, ഭിന്നകരീതി എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല. 1:5 lakhs എന്ന് പറയുന്ന സ്കെയില് അർത്ഥം മാപ്പ് സ്കെയിൽ 1:5 lakhs മീൻസ് ദാറ്റ് 1:5 lakhs എന്ന് പറയുന്ന സ്കെയില് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ് 1:5 lakhs എന്ന് പറയുന്നത്. ഈ സ്കെയില് എന്താ അർത്ഥമാക്കുന്നത്? ഇത് NMS ചോദ്യമാണ്, ഞാൻ ഉണ്ടാക്കിയൊന്നല്ല. 7ാം ക്ലാസ്സിലുണ്ട്, ഒരു പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ചോദിച്ചത്. 1 സെന്റിമീറ്റർ വെച്ചാൽ 5 ലക്ഷം. ഈക്വൽ ടു 5 കിലോമീറ്റർ എന്നാണ്. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 5 കിലോമീറ്റർ ഇതാണ് വരുന്നത്. കാരണം 1 കിലോമീറ്ററിൽ എത്ര സെന്റിമീറ്റർ ഉണ്ട്? മാത്സ് മൻസൂർ മാഷ് ഭയങ്കര മാത്സിന്റെ തലപ്പത്തപ്പുറമാണ്, ഞാൻ അങ്ങനെ ചോദിക്കരുത്. എന്നാലും 1 കിലോമീറ്ററിൽ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 1000 ഉള്ളൂ. 1000 പോരാലോ. 1,10,000. 10,000 പോരാ. 1 lakh ആണ്. അതായത് 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 5 കിലോമീറ്റർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സ്കെയിലിനെ നമ്മൾ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനിലേക്ക് മാറുമ്പോൾ 1:5 lakhs എന്ന് മാറാൻ കാരണം 1 സെന്റിമീറ്റർ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1,00,000 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് 5 lakhലേക്ക് മാറുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. മാത്ത് പേപ്പറില്
ചിലപ്പോ ആദ്യം മാറ്റാ നടക്കുക. നിങ്ങൾക്ക് ഒരു സന്തോഷത്തിന് മാറ്റിന്റെ പരീക്ഷയ്ക്ക് ആദ്യം നടക്കുക, സാറ്റ് രണ്ടാമത് നടക്കും. 2-3 വർഷമായിട്ട് ആദ്യം മാറ്റാ നടക്കുന്നത്, മെന്റൽ എബിലിറ്റി ടെസ്റ്റ്. 90 മാർക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ തരുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന് എല്ലാ ചോദ്യങ്ങളും പരിചയപ്പെടുത്താൻ പറ്റില്ല. ഈ വൈകി വന്ന ഇന്ന് ഒക്കെ ജോയിൻ ചെയ്ത കുട്ടികളോട് പറയട്ടെ, നിങ്ങൾക്ക് ഇതിന്റെ ഒരു നോട്ട് ഞാൻ ഇന്ന് അയച്ചു തരും ഗ്രൂപ്പിലൂടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്നുകൂടി ഒന്ന് നന്നാക്കിക്കൊണ്ടുള്ള നോട്ടാണ് ഇപ്പം വരുന്നത്. കൂട്ടത്തിൽ ഇന്ന് എടുക്കുന്ന ഭാഗത്തിന്റെ നോട്ടും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങള് വൃത്തിയിൽ നോട്ട് എഴുതി വെക്കുക. നിങ്ങളുടെ കയ്യില് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഈ NMOCയുടെ നോട്ടൊക്കെ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ, പ്രത്യേകിച്ച് കണക്ക്, സാറ്റ്, മാറ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു റൈറ്റിംഗും പെൻസിലും സ്കെയിലും ഒക്കെ ഉണ്ടായിരിക്കണം. ഞാൻ നോക്കിക്കോളൂ എങ്ങനെയാണ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഈ ഇതൊക്കെ രേഖപ്പെടുത്തുന്നത് ഞാൻ പറയാം. കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് എല്ലാം റെഡിങ് കൊണ്ട് എഴുതണോ? ഇല്ല, റെഡിങ് ആവശ്യത്തിന് മാത്രം, ഒന്ന് നമുക്ക് പ്രൊജക്ഷന് വേണ്ടിയിട്ട് മാത്രം ആൻസർ പ്രത്യേകിച്ച് റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യുക. ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് റെഡിങ് വേണമെന്ന് പറഞ്ഞത്. നമുക്ക് ആദ്യം നമ്പർ സീരീസിലേക്ക് പോകാം. ഞാൻ ഓരോ ടോപ്പിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ ചോദ്യത്തിലൂടെ. എവിടെ നിന്നൊക്കെ പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരും മെന്റൽ എബിലിറ്റിയിൽ 90 മാർക്ക് നേടിയെടുക്കണമെങ്കിൽ. അതില് ആദ്യത്തെ 1-2 ചോദ്യം, ആ ചോദ്യം കോഹോസ്റ്റായ കുട്ടി ഒന്ന് വായിച്ചു കൊടുക്കും. 66, 55, 45, 36. അവിടെ നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന് ആണ് നമ്മുടെ ചോദ്യം. ആ നെക്സ്റ്റ് നമ്പറിന് ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരികയാണ്. ആ ഓപ്ഷൻ മക്കൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾക്ക് തരാതിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഓപ്ഷൻ പിടിച്ചോളൂ. 25, 26, 27 ആൻഡ് 28. ഇങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഇതിൽ ഏത് ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന്. കുട്ടികൾക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. 25 ആണോ, 26 ആണോ, 27 ആണോ, 28 ആണോ? എന്നിട്ട് കോഹോസ്റ്റായ കുട്ടി ഏറ്റവും കൂടുതൽ ഏതാണോ കമന്റ് വരുന്നത് അതായിരിക്കും, അത് ആ ഉത്തരം മാത്രം ഒന്ന് പറയുക. അത് ശരിയാണെങ്കിൽ നമുക്കിവിടെ വിവരിക്കാം. ശ്രീബാല, ഏതാണ് ആൻസർ കൂടുതൽ വന്നിരിക്കുന്നത്? 28ഉം 25 ആണ് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പൊ നമുക്ക് 28നെ പരിഗണിക്കാം. ഇതിൽ ആൻസർ 28 ആണ്. അപ്പൊ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ശരിയായ ആൻസർ നിങ്ങളിങ്ങനെ നോട്ട് ബുക്കിൽ ഈ ഓപ്ഷൻസ് ഒക്കെ എഴുതുന്നു. അപ്പൊ ഉത്തരം ശരിയാന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് റെഡിങ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ 28 കിട്ടിയത് എന്ന് നമുക്ക് നോക്കാം. ശ്രീബാലക്ക് പറയാൻ പറ്റുമോ എങ്ങനെ കിട്ടിയെന്ന്? അറിയില്ല സാർ. ഇല്ല. അപ്പൊ അടുത്ത കോഹോസ്റ്റായ ആരാധ്യക്ക് പറയാൻ പറ്റുമോ? Yes, sir. പറയൂ. 55 കിട്ടും. ഇനി 55നോട് 10 മൈനസ് ചെയ്താൽ 45 കിട്ടും. 45 9 മൈനസ് ചെയ്താൽ 36 കിട്ടും. പിന്നെ 36നോട് 8 മൈനസ് ചെയ്താൽ 28 കിട്ടും. അപ്പൊ നമുക്ക് 66ഉം 55 തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് വരുന്നത് 11. അത് ശരിയാണ് അല്ലേ? അപ്പൊ 55ഉം 45 തമ്മിൽ ഡിഫറൻസ് 10 ആണെന്നാണ് മോള് പറയുന്നത് അല്ലേ? 45ഉം 36ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 9 ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 11, 10, 9 കഴിഞ്ഞാൽ അടുത്തത് ആരായിരിക്കും വരേണ്ടത്? കോഹോസ്റ്റ് കിട്ടുന്നില്ലേ? 8. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ടത് 28 ആണെന്ന് വ്യക്തം. അപ്പൊ 28ഉം 8ഉം 36, 36ഉം 9ഉം 45, 45ഉം 10ഉം 55, 55ഉം 11ഉം 66. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരേ സ്വരത്തിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. ഓക്കെ. ഇനി മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യും എല്ലാവരും. കോഹോസ്റ്റായ കുട്ടി പ്രത്യേകിച്ച് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യും, ഓൺ ചെയ്ത് പിടിക്കരുത്. ഇനി അടുത്ത ചോദ്യം വരാൻ പോവുകയാണ്. അടുത്ത ചോദ്യത്തിലെ ആൻസർ പറയാൻ തയ്യാറുള്ള ഏതെങ്കിലും കുട്ടി മുന്നോട്ട് വാ. ആരാ?
പേര് പറയും. പേരില്ലേ? സാറിനാ കേട്ടിട്ടുള്ളൂ. അടുത്ത ചോദ്യം പറയാൻ തയ്യാറുള്ള ഒരു കുട്ടി മുന്നോട്ട് വാ. ചോദ്യം ആ, എന്താ പേര്? ആരാധ്യ. ആരാധ്യൻ. ആരാധ്യ ഹോസ്റ്റലേ. ഹോസ്റ്റല്ലാത്ത കുട്ടികളെ ഞാൻ ക്ഷണിച്ചത്. ആരെങ്കിലും ഉണ്ടോ? ചോദ്യമായിട്ടാണ് ഞാൻ ഓപ്ഷൻ തരാം. അതായത് ചോദ്യം ഒന്ന് വായിച്ച ആരാധ്യ. 25, 50, 86, 135. ഇനി അടുത്ത വരുന്ന അടുത്തത് ഏതാണെന്ന് ചോദ്യം. കാര്യം നമുക്ക് ഓപ്ഷൻ കൊടുത്തേക്ക് ആരാധ്യ. 185, 188 ഉണ്ട്, 199 ഉണ്ട്, 207 ഉണ്ട്. കുട്ടികളുടെ ആൻസർ ടൈപ്പ് ചെയ്യാം. കുട്ടികൾക്ക് ആൻസർ ടൈപ്പ് ചെയ്യാം. ആരാധ്യ ഏറ്റവും കൂടുതൽ ടൈപ്പ് ചെയ്ത ആൻസർ ഒന്ന് വായിക്കണേ മോളെ. 199 ആണ് ഇപ്പോ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 199 കുട്ടികൾ അധികം നിൽക്കുന്നത് അല്ലേ? അപ്പൊ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആരാധ്യക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഈ 199 കിട്ടിയതെന്ന്? അല്ലെങ്കിൽ 199 ചെയ്ത ഒരു കുട്ടിയെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. പറയാൻ പറ്റുമോ മക്കളെ 199 കിട്ടിയത് എങ്ങനെയാണ്? ആ, ആരാ പേര് പറയും? റാനിയ നസ്രീൻ. നാനിയ നസ്രീൻ. ഏത് സ്കൂളാ? പനമരം ക്രസന്റ് പബ്ലിക് ഹൈസ്കൂൾ. ഗുഡ്. പറയൂ മോളെ എങ്ങനെയാണ് ഈ 199 കിട്ടിയത്? 25ന്റെ കൂടെ 5 സ്ക്വയർ ആഡ് ചെയ്യുമ്പോ 50. ഓഹോ, ഒരു 25 ഞാനിവിടെ എഴുതിക്കോട്ടെ മറ്റു കുട്ടിയൊക്കെ മനസ്സിലാക്കാലോ. 25ന്റെ കൂടെ ഒരു 25 കൂട്ടി. ആ 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. 25 ഒരു സ്ക്വയർ നമ്പർ ആണ്. അത് കൂട്ടിയപ്പോഴാണ് ഈ 50 കിട്ടിയത്. അപ്പൊ 50 എങ്ങനെ 86 ആയി മോളെ? 50യുടെ കൂടെ 6 സ്ക്വയർ ആഡ് ചെയ്തപ്പം 86. ഈ 6 സ്ക്വയർ 36 അല്ലേ? യെസ്. യെസ്. അപ്പോ 5ന്റെ സ്ക്വയർ കഴിഞ്ഞു, പിന്നെ 6ന്റെ സ്ക്വയറിലേക്ക് പോയി. ശരി. ഈ 86 എങ്ങനെ 135 ആയി മോളെ? 86ന്റെ കൂടെ 7 സ്ക്വയർ ആഡ് ചെയ്തപ്പോ 135. എത്രയാണ് മോളെ 7 സ്ക്വയർ? 49. 49 ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 25 വന്നു, 36 വന്നു, 49 വന്നു. ഇനി ആരാണ് വരേണ്ടത്? 199. 8 സ്ക്വയർ. 8 സ്ക്വയർ വരണം. 8 സ്ക്വയർ എത്രയാണ് മോളെ? 64. 64. അപ്പൊ 135ന്റെ കൂടെ 64 കൂടെ അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം റെഡിയായി. ഏത്? 199. ശരി മക്കളെ, മറ്റു കുട്ടികൾക്ക് മനസ്സിലായോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ കൂടി ഞങ്ങളത് വിവരിക്കും. ഇല്ല എന്ന് പറയുന്നു. ക്രസന്റ് സ്കൂളെ ആ മോളെ പേരെന്താണ്? ക്രസന്റ് സ്കൂൾ ആ കുട്ടിയുടെ പേരെന്താണ്? മോളെ പേരെന്താ? പേര് പറഞ്ഞു. ഹാനിയ നസ്രീൻ. ഓ, മോളൊന്നാ ഒന്ന് വിവരിച്ചു കൊടുക്കൂ, കുട്ടികൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നു. 25ന്റെ കൂടെ 5 സ്ക്വയർ ആയിട്ടുള്ള 25 ആഡ് ചെയ്തപ്പോ 50 കിട്ടി. 50യുടെ കൂടെ 6 സ്ക്വയർ ആയിട്ടുള്ള 36 ആഡ് ചെയ്തപ്പോ 86 കിട്ടി. 86ന്റെ കൂടെ 7 സ്ക്വയർ ആയിട്ടുള്ള 49 ആഡ് ചെയ്തപ്പോ 135 കിട്ടി. 135ന്റെ കൂടെ 8 സ്ക്വയർ ആയിട്ടുള്ള 64 ആഡ് ചെയ്തപ്പോ 199 കിട്ടി. മക്കൾക്ക് മനസ്സിലായോ? Yes, sir. Yes, sir. Yes, sir. Yes, sir. പേടിക്കണ്ട, ഈ ചോദ്യം നോട്ടായിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് വരും. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ ഇതിന്റെ നോട്ട്സ് വരും. അപ്പൊ പേടിക്കണ്ട. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നിങ്ങൾ ഇങ്ങനെ നോട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുക.
ഞാൻ സംഖ്യാശ്രേണിയിൽ, അതായത് നമ്പർ സീരീസിൽ നിന്ന് എന്തായാലും ചോദ്യം വരും. 5 മാർക്കിന്റെ ചോദ്യം എന്റെ ലിമിറ്റിൽ വരുന്നുണ്ട്. അതിന് എനിക്ക് തുടക്കം എന്നുള്ളവർക്ക് ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തരികയാണ്. അപ്പൊ ഇതിൽ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സ്ക്വയർ നമ്പർ. നേരത്തെ ആ കുട്ടിയെ സ്ക്വയർ നമ്പറിനെ പറ്റിയാണ് ചിന്ത പോയത്. 5 സ്ക്വയർ, 6 സ്ക്വയർ, 7 സ്ക്വയർ, 8 സ്ക്വയർ, അങ്ങനെ ആ സ്ക്വയർ നമ്പറിനെ പറ്റി കൃത്യമായ ബോധമുള്ളതുകൊണ്ടാണ് അത് പെട്ടെന്ന് ചാടി പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്ക്വയർ നമ്പർ പഠിച്ചു വെക്കണം. അപ്പൊ മനസ്സിലായിരുന്നു നിങ്ങൾക്ക്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താന്ന് നോക്കാം. 676 576 484 400 dash. ആരാധ്യ ആ ചോദ്യം ഒന്ന് വായിച്ചു. 676, 576, 484, 400. ഓപ്ഷൻ വേണോ അവളെ? ഓപ്ഷൻ അപ്പൊ ഓപ്ഷൻ തന്നാ നല്ലത്. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ വേണോ? വേണമെങ്കിൽ വേണമെന്ന് പറയൂ. യെസ്. യെസിനൊരു സ്ട്രോങ് ഇല്ലാത്ത യെസ് എന്ന് പറയൂ. സ്ട്രോങ് പറയൂ. ഓപ്ഷൻ വേണോ? തരാം. ഓപ്ഷൻ തരാം. ഓപ്ഷൻ നീല കളർ കൊണ്ട് തരാൻ പോവുകയാണ്. 300, 324, 336 and 360. ആൻസർ കിട്ടിയവർക്ക് കമന്റ് ചെയ്യാം. ആരാധ്യ, കുട്ടികൾ ആൻസർ കമന്റ് ചെയ്യുന്നുണ്ടോ? നോ സാർ. ഒന്ന് ശ്രമിക്കുന്നുണ്ടാവും അല്ലേ? ഒരു ക്ലൂ ഞാൻ കൊടുക്കണോ? ഒരു ക്ലൂ വേണോ മക്കളെ നിങ്ങൾക്ക്? യെസ് സാർ. യെസ് സാർ. സ്ക്വയർ ഒരു ബന്ധമുണ്ട്. 324 പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? മാനസ്. മാനസ്. എന്താ ഒരു കോലം കെട്ടിട്ട് എന്താണ് കണ്ണടയെല്ലാം വെച്ചിട്ട് ഭയങ്കര സ്റ്റോവിലാണ് മനസ്സിന് ഇപ്പൊ അങ്ങനെ ഉണ്ട്. ഒരു മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകത തോന്നുന്നു. മനസ്സൊന്നും വീഡിയോ ചെയ്യുന്നത് നല്ല രസമുണ്ട്. വീഡിയോ ചെയ്ത പോലെ പോയോ? മനസ്സേ, മാനസ് കേൾക്കാം? ആ പറയൂ. ആ മനസ്സ് ഏത് സ്കൂളാ? മടപ്പള്ളി. എവിടെ? GVHSS മടപ്പള്ളി. GVHS. ഓ, ഞാൻ വന്നിട്ടില്ല അവിടെ. USS ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ മനസ്സേ, എങ്ങനെയാണ് ഈ 324 കിട്ടിയത്? 324 റൈറ്റ് ആൻസർ ആണ്. നമുക്ക് 324 റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്യാം. ശരി, പക്ഷെ 324 കിട്ടിയത് എങ്ങനെയാണ്? സാറ് 400 സ്ക്വയർ റൂട്ട് 20. 400 സ്ക്വയർ റൂട്ട് 20 ആണ്. ശരി, അടുത്തത് 484 സ്ക്വയർ റൂട്ട് 22. 22 ആണ്. അത് മാനസിന് നന്നായിട്ട് അറിയാം. അടുത്തത് 576 സ്ക്വയർ റൂട്ട് 24. ഓ, അതും കറക്റ്റ് ആണ്. പിന്നെ 676 സ്ക്വയർ റൂട്ട് 26. അപ്പൊ 26 സ്ക്വയർ ആണിത്. അപ്പം 20, 22, 24, 26 ഇങ്ങോട്ട് അങ്ങനെ കൂടി ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആര് വരണം? അന്നേരം 18 സ്ക്വയർ വരണം. എത്ര 18 സ്ക്വയർ? 324. 324 ആണ്. അതാണ് ആൻസർ. അത് മക്കൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, ഈ നിങ്ങൾക്ക് മെന്റൽ എബിലിറ്റിയിലെ നമ്പർ സീരീസിലൊക്കെ മാർക്ക് കിട്ടണമെങ്കിൽ സ്ക്വയർ നമ്പർ ഇപ്പൊ ഈ 20നും 30നും ഇടയ്ക്കുള്ള സ്ക്വയർ നമ്പർ ആണ് ചോദിച്ചത്. ഞാൻ 40 വരെയാണ് കഴിഞ്ഞ ക്ലാസ് പഠിക്കാൻ പറഞ്ഞത്.
അപ്പൊ വൈകി വന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, 1 മുതൽ 40 വരെയുള്ള സ്ക്വയർ നമ്പർ കാണാതെ പഠിച്ചിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാവൂ. സാറേ ഇത് കോൺസെക്യൂട്ടീവ് ഈവൻ സ്ക്വയർ നമ്പേഴ്സ് അല്ലേ? 1 മുതൽ 30 വരെ അറിയാവോ? ആ കുറച്ച് ചെറുതാണ്. കുറച്ച് പ്രശ്നം ഉണ്ടാവും. 29ന്റെ സ്ക്വയർ എത്രയാ മോനെ? 29 ആർക്കെങ്കിലും പറയാൻ പറ്റില്ല സ്ക്വയറത്തിന്? 29ന്റെ സ്ക്വയറത്തിന് ആർക്കെങ്കിലും പറയാൻ പറ്റും? 29 സ്ക്വയർ 840. 842. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും, 1 മുതൽ 30 വരെയെങ്കിലും ഞാൻ ചോദിച്ചിരിക്കും. അതിന്റെ ഇടയിലുള്ള ഏതൊരു സ്ക്വയർ നമ്പർ ഞാൻ പറഞ്ഞാലും അതിന്റെ സ്ക്വയർ റൂട്ട് ഇന്നതാണ് എന്ന് ഒരു കുട്ടിക്ക് പറയാൻ കഴിയണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാനത് ചോദിക്കും. അപ്പൊ പഠിച്ചോളുക. 1 മുതൽ 30 വരെ പഠിക്കുക. 40 വരെ നമുക്ക് അതിന്റെ അടുത്ത ക്ലാസ് പഠിക്കാം. അത് പഠിച്ചു വെച്ചോളൂ, കാരണം നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടുന്നതാണ്. അപ്പോ ഇങ്ങനെ ഈ ഇതെല്ലാം ഇപ്പൊ കണ്ടില്ലേ, ഈ കുട്ടികൾക്ക് 676 സ്ക്വയർ, 576 സ്ക്വയർ നമ്പർ, 456 സ്ക്വയർ നമ്പർ. ഇത് സ്ക്വയർ നമ്പർ ആണെന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇതിന്റെ ഉത്തരം കിട്ടൂ. പോകാൻ നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം എന്തുമാവട്ടെ, ആൻസർ പറയാൻ ഞാൻ റെഡിയാണെന്ന് ധൈര്യമുള്ള ഒരു കുട്ടി മുന്നോട്ട് വന്നു. ആരാ? ഒരു കുട്ടി, ധൈര്യമുള്ള കുട്ടി മുന്നോട്ട്. ഞാൻ അടുത്ത ചോദ്യം ഏത് വാട്ടെ സാർ, ഞാൻ ആയിക്കോളും എന്ന് പറയുന്ന കുട്ടി പറഞ്ഞാൽ ഞാൻ സഹായിക്കും, പേടിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് വന്നു. ഓപ്ഷൻ ഉണ്ടാവും. ആരില്ലേ? ആരൊന്നും ഉണ്ടാത്ത എന്താ? എല്ലാവരും പോയോ? ഹലോ സാറേ ഞാൻ പറയാം. ഹലോ. കേൾക്കാം? ഒരു Yes, sir. മുന്നോട്ട് വാ. അടുത്ത ചോദ്യം ഏത് വാട്ട് ഞാൻ പറയാം. ആരുണ്ട്? ശരി, ചോദ്യം പിടിച്ചോളൂ. മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഇതാണ് ചോദ്യം. 6, 11, 21, 26, 56 dash. ഓപ്ഷൻ വേണം? Yes, sir. ഓപ്ഷൻ തരാം. 66, 76, 81, 91. ഓപ്ഷൻ വന്ന് കഴിഞ്ഞു. ചോദ്യം ഒന്ന് വായിച്ച ആരാധ്യ? 81. 81 പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? ധ്യാൻ വിനായക്. ധ്യാൻ വിനായക് മുന്നോട്ട് വന്നുണ്ടോ? കുറെ കുട്ടികൾ ഇപ്പൊ ഇങ്ങനെ പുതിയ പുതിയ കുട്ടികൾ ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ധ്യാൻ വിനായക്, ആ ചോദ്യം ഒന്ന് വായിക്കുമോനെ? 6, 11, 21, 36, 56. അല്ലേ? ഓപ്ഷൻസ് വായിക്കി. 66, 76, 81, 91. മോൻ സെലക്ട് ചെയ്തത് ഏതാണ്? 81 അല്ലയോ? എന്തുകൊണ്ടാ സെലക്ട് ചെയ്തത്? 6ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 5. ഒന്ന് നിർത്തി പറയണേ, ഞാനിവിടെ ഭരിക്കുന്നുണ്ട്, സമയം എനിക്ക് തരണം. 5 ആയിക്കോട്ടെ. 11ഉം 21ഉം തമ്മിലുള്ള വ്യത്യാസം 10. ആയിക്കോട്ടെ. 21ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസം 15. ആയിക്കോട്ടെ. 36, 56ഉം തമ്മിലുള്ള വ്യത്യാസം 20. മോനൊന്നാ വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞത്. എന്ത് രസമുള്ള വർത്താന.
നല്ല രസമുള്ള വർത്താനുള്ള ആൾക്കാർക്ക് ഒന്ന് വീഡിയോ ഓൺ ചെയ്തൂടെ? ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞ കാര്യം. ആ ഒന്ന് മുന്നോട്ട് ഒന്നല്ല വീഡിയോ ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ടാണ് നമുക്ക് യൂട്യൂബിലൊക്കെ കാണാം. യെസ് പറയൂ, പറയൂ എങ്ങനെയാ? അപ്പൊ അടുത്തത് 56 ഇതൊന്നുകൂടി ആവർത്തിച്ച്. ഡിഫറൻസ് ഓഫ് 6 and 11 ഈസ് 5, 10, 15, 20, 25. അടുത്ത 25 വരണം. അങ്ങനെ 25 വരികയാണെങ്കിൽ അടുത്ത ആൾ ആരായിരിക്കണം? 56 55 കൂട്ടി 56 25 കൂട്ടേണ്ടത്. 25 കൂട്ടി എത്ര കിട്ടും? 81 കിട്ടും. അപ്പൊ കുട്ടികൾക്ക് ഒരു സംശയം, ചുവന്ന മഷി എന്തിനാ ഉപയോഗിക്കേണ്ടത്? ചുവന്ന മഷി ഉപയോഗിക്കേണ്ടതായത് തന്നെ ഇവിടെ ഒരു ബോക്സ് അങ്ങോട്ട് വരച്ചേക്കുക. ആ ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 81 എന്ന് അങ്ങോട്ട് എഴുതും. അതിനാണ് അത് നോട്ട് ബുക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ ഇതിന്റെ മോഡലാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്താൽ മതി. ശരി, ഇനി നിങ്ങളൊരു സന്തോഷ വാർത്ത, ഇത്രയും എളുപ്പമുള്ള ചോദ്യം ഒന്നും ആയിരിക്കും കേട്ടോ നമ്പർ സീരീസിൽ വരിക. കുറച്ചുകൂടി കട്ടിയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് തുടക്കമായതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇപ്പൊ ഒരു 4 ചോദ്യം നമ്മൾ പരിചയപ്പെട്ടത്. അതിന് നമുക്ക് ഒരു ചെറിയ ഡിങ് നമുക്ക് പറയാം, നമ്പർ സീരീസ്, മലയാളം സംഖ്യാശ്രേണികൾ. അതാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്റെ നോട്ട് വരും, എന്നിട്ട് നിങ്ങൾ വൃത്തിയിൽ നോട്ടിൽ എഴുതിയാൽ മതി. ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് തൽക്കാലം റഫ് നോട്ടൊക്കെ എഴുതി ചെയ്താൽ മതി, കാരണം പെട്ടെന്നൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അതേസമയത്ത് നിങ്ങൾ നല്ല നോട്ട് ബുക്ക് അവിടെ വെച്ചിട്ട് നല്ല വൃത്തിയിൽ വീട്ടിൽ എഴുതിയാൽ മതി. അടുത്ത ഇതുവരെയുള്ള ഈ 4 ചോദ്യം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. ശരി, ആരാധ്യ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നമ്മുടെ പ്രശ്നം അതൊരു ചെറിയ സൈഡ് തിങ് ആയിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. കാരണം ഇതൊക്കെ വിശദമായിട്ട് എടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു NMMSന്റെ പരീക്ഷ എഴുതാൻ നിങ്ങൾ അർഹരാണോ എന്നുള്ള രീതിയിൽ ചില ടെസ്റ്റ് നടത്താറുണ്ട് ഞങ്ങൾ. അത് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് അർഹരാണ് എന്ന് അറിയിക്കുകയാണ്. അടുത്ത ഒരു റീഡിങ് നോക്കിക്കോളൂ. ഇൻസേർട്ട് ദ മിസ്സിംഗ്. എന്താണ് ആരാധന ഈ പറഞ്ഞതിന്റെ അർത്ഥം? അറിയില്ല സാർ. ആർക്കും പറയാൻ പറ്റുമോ? ഇൻസേർട്ട് ദ മിസ്സിംഗ്. മിസ്സിംഗ് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുന്നൊക്കെ എന്താണ് ഈ പറഞ്ഞതിന്റെ മലയാളം? അപ്പൊ ഓഫാണല്ലോ. ശരി, പറയും. വിട്ടഭാഗം പൂരിപ്പിക്കുക. പകരം വരേണ്ട സംഖ്യ ഏത്, വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നൊക്കെയാണ് ഇതിന് വരിക. അത് നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ചിത്രങ്ങളാ തരിക. എന്ത് രസമുള്ള ചിത്രങ്ങളാ തരാന്നറിയും. ഞാൻ അങ്ങനത്തെ 2-3 കാണിക്കാം. മനസ്സേ പോകാം നമുക്ക് ആ ചിത്രത്തിലേക്ക്. ഓക്കെ അല്ലേ? മനസ്സ് മിണ്ടുന്നില്ല. മനസ്സേ ഓക്കെ അല്ലേ? യെസ്, മനസ്സ് ഓക്കെയാണ്. മനസ്സിന് എനിക്ക് ഒന്ന് താല്പര്യമുണ്ടാകാൻ കാരണം മനസ്സ് വീഡിയോ ധൈര്യത്തിൽ ഓൺ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ വീഡിയോ ധൈര്യത്തിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും. നമുക്ക് ഇതിന്റെ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഒരു കണ്ണടയെല്ലാം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് തിരിയുന്നില്ല. മനസ്സ് ശരി. മനസ്സേ നമുക്ക് ഒരു 3 ചിത്രം ഒരേപോലെ വരയ്ക്കണം. അതിന് നിങ്ങൾ വരയ്ക്കാൻ തയ്യാറായിക്കോളൂ. വരയ്ക്കുന്നത് ഇതാണ്, ഒരു ട്രയാങ്കിൾ. ഓക്കെയാണ്? വരച്ചോ? ഒരു ട്രയാങ്കിൾ വരച്ചോളൂ. മനസ്സ് വരച്ചോ? അപ്പൊ മനസ്സ് ഒരു ട്രയാങ്കിൾ കൂടി വായിക്കണം.
വരച്ചോ മനസ്സേ? മനസ്സ് 3 ട്രയാങ്കിൾ ഒരേപോലെ വരയ്ക്കണം. വരച്ചു കഴിഞ്ഞാൽ യെസ് പറയല്ലേ? യെസ് ഓർ നോ? യെസ്. അപ്പൊ 3 ട്രയാങ്കിളും ഒരേപോലെ വരച്ചു കഴിഞ്ഞു. എല്ലാവരും ഓക്കെ പറഞ്ഞോ? കമന്റ് ചെയ്താൽ ഇനി മക്കൾ എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിനെ നമ്മൾ ചില ഭാഗങ്ങളൊക്കെ ആക്കാൻ പോവുകയാണ്. ഒരു വര ഇങ്ങോട്ട് വരച്ചു, ഒരു വര താഴോട്ട് വരച്ചു. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെയാണ്. മനസ്സ് ഓക്കെയാണ്? യെസ് ഓർ നോ? വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയണം. ആ മനസ്സിന്റെ മൈക്ക് ഓഫ് ആണ്. യെസ്. കുട്ടികളാണ് മറുപടി പറയേണ്ടത്. 2 കുട്ടികളാണ് നേരത്തെ തന്നെ വിളിച്ചത്. 2 കുട്ടികളെ ഫോക്കസ് ആക്കി. ആരാധയും ശ്രീബാലിയാണ് മറുപടി പറയുന്നത്. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് അവർക്കും പറയാൻ കഴിയുന്നു. യെസ് ഓർ നോ? 2 കുട്ടികളെന്ന് പറയണം കേട്ടോ. ശരി. ഇവിടെ കുറച്ച് സംഖ്യകൾ എഴുതാൻ പോവുകയാണ്. 20, 16, 25. അടുത്തത് 18, 36 and 9. അടുത്തത് 40, 64. ഇവിടെയാണ് ഇൻസേർട്ട് ദ മിസ്സിംഗ്. അവിടെ ഇൻസേർട്ട് ചെയ്യണം. അതിന് ഓപ്ഷൻ തരാം. വിളിച്ചാലും പറയണ്ട, ശ്രദ്ധിച്ചോളൂ. കമന്റ് ബോക്സിൽ ചെയ്താൽ മതി. 20, 25, 30, 40. ശ്രീബാല, ആ ചോദ്യം വായിച്ചു. Insert the missing. 20, 16, 25, 18, 36, 9, 40, 64 dash. ശ്രീബാലയുടെ ഫോണിൽ ഒരു ശബ്ദം വരുന്നു. നോക്കിയത് ശബ്ദം വരുന്നു. യെസ്. ആരാധ്യ കേൾക്കാം? എന്താ അങ്ങനെ വരുന്നത്? അവിടെ നെറ്റ് ക്ലിയർ ഇല്ലാന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ്. യെസ്. ആരാധ്യ ആ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു. 20, 25, 30, 40. ഓക്കെ. അവരോട് ചോദിക്കുന്നു, ഇതിന്റെ ആൻസർ കിട്ടിയ കുട്ടിക്ക് പേര് പറയാം. ഇതിന്റെ ആൻസർ കിട്ടിയ കുട്ടിക്ക് പേര് പറയും. ആർക്കെങ്കിലും ഒരു ക്ലൂ ഞാൻ തരാം. ആ ക്ലൂ ആണ് ഞാൻ വരയ്ക്കുന്ന നോക്കാം. രക്ഷയില്ലേ? മാനസ രക്ഷയില്ല അല്ലേ? പറയും. ആർക്കും പറയാം. എത്രയാ? ഹലോ, ആരും പറയുന്നില്ല. അപ്പൊ ഞാൻ തന്നെ പറയണോ? ഇവിടെ വരേണ്ടവൻ ആര്? ഇതിലാരാ? ഇവിടെ വരേണ്ടവൻ ഇതിലാരാണ്? ക്ലൂ വേണോ? അപ്പൊ ക്ലൂ തരാം. ഇതൊരു സ്ക്വയർ നമ്പർ ആണ്, ഇതും ഒരു സ്ക്വയർ നമ്പർ ആണ്.
ഇത് ഈ സ്ക്വയർ റൂട്ട് എന്തോ ചെയ്തിട്ടാണ് മേലുള്ള 20 കിട്ടിയത്. ആ ആ ആ ആ വരട്ടെ. സാറേ 25. Sir, 25. 25. നേരത്തെ വയനാട് ജില്ലയിലെ പനമല ക്രിസന്റ് കുട്ടി ഇടപെട്ടില്ല. ആ കുട്ടി ഇപ്പൊ ഉണ്ടോ ഇത്? പോയോ? ശരി. 25. ഓക്കെ ശരി. 25 എങ്ങനെയാ കിട്ടിയ മനസ്സേ പറയൂ. സാറേ 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. 4 ഗുണിക്കണം 5 20 ആണ്. 20 ആണ്. ശരി. അടുത്തൊരു അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യണം. 36ന്റെ 6. 9ന്റെ 6 ഗുണിക്കണം 3 18. അടുത്തത് 64ന്റെ സ്ക്വയർ റൂട്ട് 8 ആണ്. 8 ഏത് സംഖ്യ ഗുണിച്ചാലാണ് 40 കിട്ടുക? 5 കൊണ്ട് ഗുണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് 40 കിട്ടുന്നു. ശരി. 5ന്റെ സ്ക്വയർ റൂട്ട് 25. ഓക്കെ ശരി ശരി. അത് മക്കൾക്ക് മനസ്സിലായോ? മറ്റുള്ള കുട്ടികൾക്ക് മനസ്സിലായോ? യെസ്. അപ്പൊ മനസ്സ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? മനസ്സ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചിത്രം തന്നെയാണ്. അടുത്ത ചോദ്യം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കാം. എല്ലാവരും ഒരു സർക്കിൾ വരയ്ക്കേണ്ടി വരും. ചെറുത് മതി. 3 വരയ്ക്കേണ്ടി ചെറുത് മതി. ഒരു സർക്കിൾ വരച്ചു. അപ്പൊ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഒന്ന് യെസ് പറയണേ. ഒറ്റടി വരയ്ക്കണം. 3 നേരെ വരുന്ന രീതി. 3 വേണം. നേരെ വരുന്ന വരച്ചു. ഓക്കെ, പ്രശ്നമില്ല. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ഓരോന്നിനെയും 3 കട്ട് ചെയ്യാൻ. ഇവിടെ ആരോ സംസാരിക്കുന്നു. ഓക്കെ, അവിടുന്ന് സംസാരിക്കുന്ന ഓരോന്നിനെയും നമുക്ക് 3 അങ്ങോട്ട് കട്ട് ചെയ്യാം. എന്താ 3 കട്ട് ചെയ്യും. ഇവിടെയും ഓരോന്നിനെയും 3 കട്ട് ചെയ്യും. ആരാധ്യ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയണേ അവിടെ. ഇവിടെ നമുക്ക് കുറച്ച് സംഖ്യകൾ ചേർത്ത് കൊടുക്കണം. 13, 26, 78. ഓഹോ, 17, 34, 101, 23, 46. ഇവിടെയാണ് ഡാഷ്. ഓക്കെ, മൈക്ക് ഓണാണ്. ഇതിലുവരെ പറയാത്ത വേറെ ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വരിക. പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. ചോദ്യം വായിക്കുക. എല്ലാവർക്കും പങ്കെടുക്കണം. എല്ലാവരും പറയണം. അതുകൊണ്ടാണ്. ആരെങ്കിലും ഉണ്ട് ചോദ്യം വായിക്കാൻ? ആരെങ്കിലും മുന്നോട്ട് വരുമോ? ഓപ്ഷൻസ് ഞാൻ തരാം. ഓപ്ഷൻസ് ഇവിടെ എഴുതാൻ പോവുകയാണ്. 69, 98,
138 142. മനസ്സേ ചോദ്യം ഒന്ന് വായിച്ചു. ഇവിടെ 3 ചതുരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ 3 ഭാഗമായി മാറ്റിയിരിക്കുന്നു. ഒരു സർക്കിളിൽ 13, 26, 78 എന്ന സംഖ്യകൾ നിറച്ചിട്ടുണ്ട്. മറ്റൊരു സർക്കിളിൽ 17, 34, 102 എന്ന സംഖ്യകൾ നിറച്ചിട്ടുണ്ട്. വേറൊരു സർക്കിളിൽ 23, 46 എന്ന സംഖ്യ നിറച്ചിട്ടുണ്ട്. അതിന്റെ സംഖ്യയുടെ വാല്യൂ എത്രയാണ്? എന്താണ് ഒന്നുകൂടി പറയൂ. ഓപ്ഷൻസ് വായിച്ചേ. ഓപ്ഷൻ 69, 98, 138, 142. ഏതാണ് കിട്ടിയത് ഉത്തരം? 138. പേരെന്ന് പറയാമോ? കുട്ടി ആര്? മുഹമ്മദ് ഹനാൻ. മുഹമ്മദ് ഹനാൻ ഏത് സ്കൂളാണ്? പുളിയനമ്പറം. അതെവിടെയാ? പെരിങ്ങത്തൂര്. പെരിങ്ങത്തൂരുള്ള മുഹമ്മദ് ഹനാനാണ് മറുപടി പറഞ്ഞത്. മുഹമ്മദ് ഹനാൻ എങ്ങനെയാണ് 138 കിട്ടിയത്? പറയൂ. 13 × 2 26. 26 × 3 78. ഓഹോ. 17 × 2 34. 34 × 3 102. 23 × 2 46. 46 × 3 138. വേറെ ഏതോ ഒരു രീതിയിലും കൂടി 138 കിട്ടും. അതാർക്കും കണ്ടുപിടിക്കാൻ പറ്റും? മോൻ പറഞ്ഞത് ശരിയാണ്. മുഹമ്മദ് ഹനാനിൽ ഒരു ലൈക്ക് കൊടുക്കൂ. കാരണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഹനാൻ പറഞ്ഞ ഉത്തരം അബ്സല്യൂട്ട്ലി റൈറ്റ് ആൻസർ ആണ്. വേറെ ഏതെങ്കിലും കുട്ടിക്ക് ഇത് വേറെ രീതിയിലും കൂടി 138 കിട്ടും. അത് കണ്ടുപിടിക്കാൻ പറ്റും? 26. ആർക്കെങ്കിലും പറയാൻ പറ്റും? വേറൊരു മാർക്ക് കൂടി ഉണ്ട്. പറഞ്ഞിട്ട് പറയാം. സാറേ എനക്കൊന്ന് പറയണേ. എന്താണ്? ആരാത്? പറയൂ. മാനസിന് എന്തോ പറയാനുണ്ട്. മനസ്സേ പറഞ്ഞോളൂ. സാറേ ഞാൻ പറഞ്ഞത് 26 ഗുണിക്കണം 3 ഗുണിച്ചാല് 78 ആണ്. 34 ഗുണിക്കണം 3 ഗുണിച്ചാല് 102 ആണ്. അന്നേരം 46 ഗുണിക്കണം 3 ഗുണിച്ചാല് 138. അത് ശരി. അത് അല്ലാതെ വേറെ വഴി ഞാൻ പറഞ്ഞത് ശരി. അത് പറഞ്ഞത് ശരി, ഞാൻ മനസ്സിലാക്കി. പക്ഷെ എന്റെ ചോദ്യം ഇതല്ലേ, ഇത് വേറെ രീതിയിൽ കൂടി കിട്ടും. അതാർക്കും കിട്ടി. അതെങ്ങനെ? 26 13 കൂട്ടി 23 46 69. 13 കൂടി എത്രയാ? 26 13 കൂട്ടി അതിന്റെ ഇരട്ടി കണ്ട 78 കിട്ടും. അതായത് 26 13 കൂടി കൂട്ടിയിട്ട് 39 കിട്ടിയാൽ അതിനെ ഇരട്ടിയാക്കി 2 കൊണ്ട് ഗുണിച്ചാൽ 78 കിട്ടും. ആ പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? അഗത ലിനീഷ്. അഗതാഗിരി. ഏത് സ്കൂളാ? മണിയൂർ യുപി. മണിയൂർ യുപിയിലെ കുട്ടിയാണ്. ശരിയാ. നമ്മളെ രാമകൃഷ്ണൻ മാഷ് HM ആയിരുന്ന സ്കൂളാകും അല്ലേ? കണക്കിന്റെ ഒരു മാഷില്ലാണ്ട് രാമകൃഷ്ണൻ മാഷ്? ഉണ്ട്. ഇപ്പൊ റിട്ടയർഡ് ആയി. ഇപ്പൊ റിട്ടയർഡ് ആയി. അത് ചോദിച്ച്. രാമകൃഷ്ണൻ മാഷൊക്കെ കണക്ക് അധ്യാപകനാണ്, നല്ല അധ്യാപകനാണ്. ശരി. ഈ 17 34 കൂടി കൂട്ടി എത്രയാ അവിടെ? 17 34 കൂട്ടി 51 കിട്ടി. 51ന്റെ ഇരട്ടി എത്രയാ? 102. 23 46 കൂടി കൂട്ടി എത്രയാ? 69. 69ന്റെ ഇരട്ടി എത്രയാ? 138. 138. മനസ്സേ, അങ്ങനെ ഒരു വഴിയില്ലേ?
അതെ സാർ. അങ്ങനെയും ഒരു വഴിയുണ്ട്. അപ്പൊ നമുക്ക് സമയമായി, നമുക്ക് ഈ ഒന്ന് രണ്ട് ചോദ്യം കൂടി തന്നിട്ട് ഇവിടെ നിർത്താം. 2 ചോദ്യം കൂടി ഞാൻ പരിചയപ്പെടുത്തരാം. അതുവരെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇതുവരെ എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്നോർക്കെ പറയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യെസ് പറയുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പ്രയാസമുള്ള കുട്ടികൾ, മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഉണ്ടോ? കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ പറയാം. നിങ്ങൾ രക്ഷിതാക്കളും കൂടി കൂടെ ഉണ്ടാവുമല്ലോ. അപ്പൊ മുന്നോട്ട് പോകാം. സാറേ, മുന്നോട്ട് പോകാം. ആ ചിത്രം ഇൻസേർട്ട് ദി മിസ്സിംഗ് ഉള്ള കുറച്ച് കണക്കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ഓ, ഇനി ഇഷ്ടംമാതിരി കണക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത്. ഇതാ വരുന്നോട് അടുത്ത പിടിച്ചോളൂ. ഇതാ ഇൻസേർട്ട് ദ മിസ്സിംഗ് ഇതാ വരാൻ പോകുന്നു. മനസ്സേ കേൾക്കാം? മനസ്സ് പോയി തോന്നുന്നു. മനസ്സേ ഒരു സർക്കിൾ വരക്കണം, ചെറുത്. ചെറുതാണ്, ചെറുത്. 4 എണ്ണം നേരെ വരേണ്ടതാണ്. അതുകൊണ്ട് കണക്കാക്കി വരച്ചോളി. മനസ്സേ വരച്ചു കഴിഞ്ഞാൽ ആരാധ്യയാണ് യെസ് എന്ന് പറയുന്നത്. ആരാധ്യ പോയി തോന്നുന്നു. പോയിട്ടില്ല. പോയിട്ടില്ല. ആരാധ്യ പോയിട്ടില്ല. ആരാധ്യ രണ്ടാമത്തെ ഞാൻ വരച്ചു. ആരാധ്യ ഞാൻ 3ാമത്തെ വരയ്ക്കാൻ പോവുകയാണ്. 3ാമത്തും വരച്ചു. ആരാധ്യ ഞാൻ 4ാമത്തെ വരയ്ക്കാൻ പോവുകയാണ്. 4 നേരെ വന്ന് കണ്ടില്ലേ ആരാധ്യ? തീർന്നില്ല. 3 എണ്ണം കൂടി എനിക്ക് നടിയിലേക്ക് കൊടുക്കണം. ഈ ഗ്യാപ്പിൽ അങ്ങോട്ട് കൊടുത്തു. ഞാൻ നിങ്ങളും അടുത്ത ഗ്യാപ്പിൽ അങ്ങോട്ട് കൊടുത്തോളൂ. ഇതാ ഇവിടെ ഇവിടെയും യെസ്. അപ്പം ഏകദേശം അതൊക്കെ റെഡിയായി. നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയണം. ഇങ്ങനെ കിട്ടണേ. ഇത് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഇങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെ വന്നാലാണ് കാര്യം. ശരി, ഇനി അതൊരു കണക്ഷൻ കൊടുക്കണം. മനസ്സേ, നമുക്കൊരു കണക്ഷൻ കൊടുക്കാം. 1 2. മനസ്സ് റെഡിയല്ലേ? 1 2 1 2. ഇങ്ങനെ വരച്ച കുട്ടികൾക്കെല്ലാം ഒന്നിച്ച് യെസ് എന്ന് പറയാം. യെസ്. ഇനി നമ്മൾ സംഖ്യ ചേർക്കാൻ പോവുകയാണ്. ഇതിൽ ചേർക്കേണ്ട സംഖ്യകൾ എന്തൊക്കെ നോക്കാം. 22 23 34 റെഡിങ് കൊണ്ട് ഡാഷ്, വീണ്ടും റെഡിങ് മാറ്റി പിടിച്ചു. 15 19 24. മാനസ് കേൾക്കുന്നില്ല തോന്നുന്നു. മനസ്സ് പറയും. സാറേ 34 24 അവസാനത്തെ 24 ആണ്. മുകളിലത്തെ ആരാധ്യ ഒന്ന് വായിച്ചേ. ആരാധ്യ ആ ചോദ്യം വായിച്ചേ. ക്ലിയർ അല്ലേ? മനസ്സ് ചോദ്യം ക്ലിയർ അല്ലേ? ഓക്കെ. ഏതെങ്കിലും ഒരു കുട്ടി നല്ല ഫോണൊക്കെ നെറ്റൊക്കെ നല്ല ക്ലിയർ ഉള്ള ഒരു കുട്ടി ആ ചോദ്യം ഒന്ന് വായിച്ചേ. ഓപ്ഷൻസ് മാത്രം ഒന്ന് വായിച്ചാൽ 12 ആ 38
മുബീന സാജ്, അതായത് മുബീന എന്നുള്ള കുട്ടി ആരാണ് ശരിക്കും പേര് പറയുമ്പോളെ? റന ഫാത്തിമ. ഫാത്തിമ. ഏത് സ്കൂളാണ് റന ഫാത്തിമ? വിജയലക്ഷ്മി. വിജയലക്ഷ്മി സ്കൂളിലെ കുട്ടിയാണ് അല്ലേ റന ഫാത്തിമ. റന ഫാത്തിമ ഒന്ന് വായിച്ചേ ഓപ്ഷൻസ്. 12, 38, 46, 52. ശരി മോളെ, മോക്ക് എത്ര ഉത്തരം കിട്ടിയത്? കിട്ടിയിട്ടില്ല സാർ. കിട്ടുമല്ലോ. മാനസിന് കിട്ടിയല്ലോ, ചിരിക്കുന്നുണ്ട്. മാനസിന് കിട്ടിയ ചിരി കാണുന്നുണ്ട് ഇല്ലേ? ശ്രമിച്ചോണ്ടിരിക്കുന്നുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ കിട്ടിയവര്? സാർ പറഞ്ഞു. 22ഉം 23ഉം കൂടെ കൂട്ടിയ 45 കിട്ടും. പേര് പറയൂ. ആരോൺ ജിനേഷ്. ആര്? ആരോൺ ജിനേഷ്. ആരോൺ ജിനേഷ്. ഏത് സ്കൂളാ? സെന്റ് തോമസ് യു പി സ്കൂൾ തമിഴ്നാട്. ഇനി DKMലോട്ട്. എവിടെ? വയനാട് ജില്ലയാണോ? വയനാട്. വയനാട് ജില്ല. ഒന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ഒന്ന് കാണാൻ വേണ്ടിട്ടാ. പ്രയാസന്റെ വേണ്ട ഉണ്ടോ? ഓണാക്കി കാണുന്നില്ലല്ലോ. ഓണാക്കി. ഓണാക്കിട്ട് എന്താ വീഡിയോ മോനെ കാണാത്തത്? സാരമില്ല, ഞാൻ ഇപ്പൊ മനസ്സിനെ കാണുന്നുണ്ടല്ലോ. ശരി, സാരമില്ല. ഒന്നുകൂടി ഒന്ന് ആ ചോദ്യം ഒന്ന് വായിച്ചു. പിന്നെ ഉത്തരം കിട്ടിയത് ആൻസർ കിട്ടിയ പറയാൻ പറ്റുമോ? ആൻസർ 38. 38 കറക്റ്റ് ആൻസർ ആണ്. മനസ്സേ, ആ കുട്ടി പറഞ്ഞ ആൻസർ 38 കറക്റ്റ് ആണ്. അതെങ്ങനെയാണ് മോനെ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? 22ഉം 23ഉം കൂടെ കൂട്ടിയ 45. 22ഉം 23ഉം കൂടി കിട്ടിയ 45. അത് കറക്റ്റ്. എന്നിട്ട് 45ന്റെ 1/3 ആണ് 15. 45നെ 3 കൊണ്ട് 5 എത്ര കൊണ്ടായിരിക്കണം? 3 കൊണ്ട് ഹരിക്കുമ്പോ 15 കിട്ടും. 3 കൊണ്ട് ഹരിച്ചു. 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. 23ഉം 34ഉം കൂടെ കൂട്ടുമ്പോ 57. അന്നേരം അതിനെ 3 കൊണ്ട് ഹരിക്കണം അല്ലേ? അതിനെ 3 കൊണ്ട് ഹരിക്കുമ്പോ 19 കിട്ടും. 19 കിട്ടി. അത് കറക്റ്റ്. പിന്നെ 34ഉം വേറെ ഏതോ സംഖ്യയും കൂടെ കൂട്ടുമ്പോ കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിക്കുമ്പോ 24 കിട്ടും. 32 കൂട്ടി. എന്നിട്ട് 24ന്റെ 3 ഇരട്ടിയായിരിക്കും ആ സംഖ്യ. ഓഹോ, അങ്ങനെയാണെങ്കിൽ 38 കൂട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടി എന്ന് പറഞ്ഞാല് 72 കിട്ടി. 72നെ നിങ്ങൾ 3 കൊണ്ട് ഹരിച്ചു, അങ്ങനല്ലേ? അങ്ങനെ കിട്ടി. അങ്ങനെ കിട്ടി. അപ്പൊ 3 ഇരട്ടിയായിരിക്കും 24ന്റെ അല്ലേ? അതെ. വെരി ഗുഡ്. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും പോലെ കുട്ടികൾക്ക്. അതായത് 22ഉം 23ഉം കൂടെ കൂട്ടുമ്പോ 45 കിട്ടും. 45ന്റെ 3 കൊണ്ട് ഹരിക്കുമ്പോ 15 കിട്ടും. അപ്പൊ അവിടെ 15ന്റെ 3 ഇരട്ടിയാണ് 45. ഇനി അടുത്ത സർക്കിളിലോട്ട് പോകുമ്പോ 23ഉം 34ഉം കൂടെ കൂട്ടിയ 57 കിട്ടും. 57നെ 3 കൊണ്ട് ഹരിക്കുമ്പോ 19 കിട്ടും. അപ്പൊ 19ന്റെ 3 ഇരട്ടിയാണ് 57. ഇനി അടുത്ത സർക്കിളിലോട്ട് പോവുകയാണെങ്കിൽ 34ഉം വേറെ ഏതോ സംഖ്യയും കൂടെ കൂട്ടുമ്പോഴാണ് 24 കിട്ടുക. അപ്പോൾ നേരത്തെ വന്ന പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ 24ന്റെ 3 ഇരട്ടിയായിരിക്കും ഇനി വരാൻ പോകുന്ന സംഖ്യ. അപ്പൊ 24നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 കിട്ടും. അപ്പൊ 72നെ 34 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 38 കിട്ടും. ശരി, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിലുള്ള വിവരം മുൻകൂട്ടി നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കും. ഇന്ന് എടുത്ത പാഠവും അതുപോലെ NMMC എന്താണെന്നും എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഷോർട്ടായി എന്തൊക്കെയാണ് മാറ്റ്, സാറ്റ്, അതിൽ കണക്കിന്റെ കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. സയൻസിന്റെ സോഷ്യലിന്റെ ഒക്കെ അധ്യാപകർ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് അയച്ചു തരും. അതിൽ വരുന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് നേരത്തെ ഷംസു സാർ പറയുന്നതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറി വരികയാണ്. 8ാം ക്ലാസ്സിൽ പകുതി വരെ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കണ്ടാലേ അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ 8ാം ക്ലാസ്സിലെ കണക്കിന്റെ ക്ലാസ്സും ഞാൻ ഇത് വൈകി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്ലാസിന്റെ വിവരം അറിയിക്കുക. അവരോട് ഈ നമ്പറിൽ വിളിക്കാൻ പറയുക.
നമ്പർ ഞാൻ ഒരിക്കൽ കൂടെ ഇവിടെ കാണിക്കാം. താല്പര്യമുള്ള കുട്ടികളുടെ അവരുടെ രക്ഷിതാക്കൾക്ക് 86171729 എന്ന നമ്പറിൽ വിളിക്കാൻ പറയുക. വെക്കേഷൻ സമയത്ത് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ സ്കൂളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ഇതൊക്കെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇവിടെ എന്ത് വരണമെന്ന് ഇവിടെ നിങ്ങൾക്കിതാ ഓപ്ഷൻ തരുന്നു. ആ ഓപ്ഷൻ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അവിടെ 5 ആണോ വരേണ്ടത്, അതല്ല 10 ആണോ, അതല്ല 20 ആണോ, അതല്ല 40 ആണോ? നിങ്ങളുടെ ഉത്തരം അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ ഇത് നിങ്ങളുടെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ അടങ്ങിയിട്ട് നമുക്ക് യൂട്യൂബിൽ ഇത് കൊടുക്കുന്ന സമയത്ത് യൂട്യൂബിൽ തന്നെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നിങ്ങൾക്കുടെ കൂട്ടുകാർക്ക് ക്ലാസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നമ്പറുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് മുതൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റും. 2025-26 LMMCയുടെ ഓൺലൈൻ ക്ലാസ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. ഇതിലെ കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. ഈ വെക്കേഷൻ സമയം നിങ്ങൾക്ക് LMMCയുടെ ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്താം. USS പരീക്ഷ കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് അറിയാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ്. USS പരീക്ഷ കഴിഞ്ഞ വർഷം എളുപ്പമായിരുന്നു. അപ്പം USS പരീക്ഷ മിക്ക കുട്ടികൾക്ക് കിട്ടും. പരീക്ഷ സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികൾക്കും സ്കോളർഷിപ്പ് കിട്ടാത്ത കുട്ടികൾക്കും ഇങ്ങനെ ഒരു NMMS മത്സര പരീക്ഷ 8ാം ക്ലാസ്സിലേക്കുള്ള ആ മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാം. അതിന് വരുമാന പരിധിയുണ്ട്. വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ എംപ്ലോയീസിന്റെ കുട്ടികൾക്ക് ഇത് എഴുതാൻ പറ്റാറില്ല. എന്നാലും ആ കുട്ടികളും മെന്റൽ എബിലിറ്റി പോലുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഈ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. 86171729 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം. 12,000 രൂപയാണ് ഒരു വർഷം ഇതിന്റെ സ്കോളർഷിപ്പ് തുക. +2 വരെ 4 വർഷം 12,000 × 4 48,000 രൂപ കിട്ടുന്ന ഒരു മത്സര പരീക്ഷയാണ്. സാറ്റ് മാറ്റ് എന്ന 2 പേപ്പറാണ് ഇതിലുണ്ടാവുക. സാറ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് 90 മാർക്കാണ്. ആ 90 മാർക്കിൽ വരുന്നത് ആദ്യത്തെ 35 മാർക്ക് സോഷ്യൽ സയൻസ് എന്നാണ്. പിന്നീട് അടുത്ത 35 മാർക്ക് ചോദ്യങ്ങൾ 35 ചോദ്യങ്ങൾ ബേസിക് സയൻസിൽ നിന്നാണ്. പിന്നെ ജനറൽ മാത്സ് അതിൽ നിന്ന് നിങ്ങൾക്ക് 20 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. 20 മാർക്ക് നമുക്ക് ജനറൽ മാത്സിൽ വരും. അങ്ങനെയാണ് ഇത് 90 മാർക്കായിട്ട് മാറുന്നത്. പിന്നെ മാത്ത് പേപ്പറിൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് അത് ഒരു പേപ്പർ അങ്ങനെ തന്നെയാണ്. ആദ്യം മെന്റൽ എബിലിറ്റി ടെസ്റ്റിലെ ചോദ്യങ്ങളാണ് വരിക. അപ്പൊ 90 മാർക്ക്. അതിൽ കുറെ പഠിക്കാനുണ്ട്, 2ലും പഠിക്കാനുണ്ട്. 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിലെ പകുതി ഭാഗങ്ങൾ വരെയുള്ള 8ാം ക്ലാസ്സിലെ പകുതി ഭാഗങ്ങൾ ഹാഫ് ഇയർലി പരീക്ഷ വരെയുള്ള പാഠഭാഗങ്ങളും ചോദിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ഒക്കെ മാറുകയാണ്. ഏപ്രിൽ മാസത്തോടുകൂടി നമുക്ക് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ 8ാം ക്ലാസ്സിലെ കണക്കിന്റെ കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ NMMSന്റെ ക്ലാസ്സിന്റെ പുറമെ. അപ്പം ഇപ്പോൾ വെക്കേഷൻ സമയം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്താം. USS കഴിഞ്ഞ എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് അവർക്ക് ഇന്ന് തന്നെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ ഉറപ്പുവരുത്താം. ഓൾ ദി ബെസ്റ്റ്.